എല്ലാവർക്കും നമസ്കാരം. പാചക കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചായയുടെ കൂടെയൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ മുട്ട നമുക്ക് വേവിച്ചെടുക്കണം. അതിന് ഞാനിപ്പോൾ 2 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിരിക്കുകയാണ്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മുട്ട ഒഴിച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റ് വെക്കാൻ പോകുന്നത്. മുട്ട ഒഴിച്ച് വെച്ച് പ്ലേറ്റ് വെച്ചതിന് ശേഷം വേറൊരു പ്ലേറ്റ് കൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം ആ പാത്രവും നിങ്ങളൊന്ന് അടച്ചു വെക്കണം. മുട്ട ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ എഗ് പീസിൻ്റെ മേലേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മൈദേൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എഗ് പീസ് ഈ മൈദേൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ആയ ആ എഗ് പീസ് ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലിടാം. അതിനുശേഷം വീണ്ടും മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിടാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ എഗ് പീസും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.